പ്രിയപ്പെട്ട കൂട്ടുകാരെ, VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റ് എക്സലിലെ രണ്ട് ഷീറ്റുകൾ തമ്മിലുള്ള ഡാറ്റ കമ്പൈൻ ചെയ്യുന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൂടാതെ VLOOKUP ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന NA എന്ന എറർ എക്സലിലെ തന്നെ മറ്റൊരു ഫംഗ്ഷനായ if എറർ എന്ന ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക എന്നും നാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സലിലെ രണ്ട് ഷീറ്റുകളിലുള്ള ഡാറ്റ മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിനായി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സൽ വർക്ക് ബുക്കിൽ രണ്ട് വർക്ക് ഷീറ്റ് ഉണ്ട്. ഒന്നാമത്തത് എംപ്ലോയി ലിസ്റ്റ് എന്ന ഷീറ്റും രണ്ടാമത്തെ ഷീറ്റ് ബോണസ് എന്ന ഷീറ്റും. എംപ്ലോയി ലിസ്റ്റ് എന്ന ഷീറ്റിൽ കോഡ് നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ബേസിക് സാലറി, HA, ടോട്ടൽ സാലറി, ഇത്രയും കാര്യങ്ങളാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച അതേ ഷീറ്റാണിത്. രണ്ടാമത്തെ ഷീറ്റ് ബോണസ് എന്ന ഷീറ്റാണ്. ബോണസ് എന്ന ഷീറ്റിൽ എംപ്ലോയീസിൻ്റെ കോഡ് നമ്പറും ബോണസും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ ഷീറ്റായ ബോണസ് എന്ന ഷീറ്റിൽ നിന്ന് ഈ ബോണസ് എമൗണ്ട് ഒന്നാമത്തെ ഷീറ്റായ എംപ്ലോയി ലിസ്റ്റിൽ HA എന്ന കോളത്തിന് ശേഷം പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ രണ്ട് ഷീറ്റിലും കോമൺ ആയിട്ടുള്ള ഒരു ID ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് കോഡ് നമ്പർ എന്നത് രണ്ട് ഷീറ്റിലും കോമൺ ആണ്. അതായത് ഒന്നാമത്തെ ഷീറ്റിലും കോഡ് നമ്പർ ഉണ്ട്, രണ്ടാമത്തെ ഷീറ്റിലും കോഡ് നമ്പർ ഉണ്ട്. അപ്പോൾ ഈ കോഡ് നമ്പർ വെച്ചിട്ടാണ് നാം ബോണസ് എമൗണ്ട് ഒന്നാമത്തെ ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനായി ഞാൻ ആദ്യം ഒരു കോളം ക്രിയേറ്റ് ചെയ്യുകയാണ്. HA എന്ന കോളത്തിന് ശേഷം ടോട്ടൽ സാലറിക്ക് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ പുതിയൊരു കോളം അവിടെ ക്രിയേറ്റ് ആയി. കോളത്തിന് ബോണസ് എന്ന ടൈറ്റിൽ കൊടുത്തു. ഇനി ഈ ബോണസിൻ്റെ കോളത്തിലാണ് ഞാൻ ഫോർമുല കൊടുക്കുന്നത്, VLOOKUP എന്ന ഫംഗ്ഷൻ കൊടുക്കുന്നത്. VLOOKUP ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നത് കോഡ് നമ്പറാണ്. ഒന്നാമത്തെ എംപ്ലോയിൻ്റെ കോഡ് നമ്പറാണ് ഇവിടെ ഞാൻ ലുക്കപ്പ് വാല്യൂ ആയി ക്ലിക്ക് ചെയ്യുന്നത്. അതായത് A4 എന്ന സെല്ല് സെലക്ട് ചെയ്തു, അതാണ് ലുക്കപ്പ് വാല്യൂ. ഈ ഒരു കോഡ് നമ്പറാണ് രണ്ടാമത്തെ ഷീറ്റായ ബോണസ് ഷീറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു കോഡ് നമ്പറിന് നേരെയുള്ള ബോണസ് എമൗണ്ട് ഇവിടേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ട് കോഡ് നമ്പർ എന്ന A4 എന്ന സെല്ലാണ് ലുക്കപ്പ് വാല്യൂ, രണ്ടാമത്തത് ടേബിൾ അറേ. ടേബിൾ അറേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ഈ കോഡ് നമ്പർ സെർച്ച് ചെയ്യേണ്ടത് എന്നിട്ട് എവിടെ നിന്നാണോ ബോണസ് എമൗണ്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ ഒരു ടേബിളാണ് ടേബിൾ അറേ. അത് നമ്മുടെ രണ്ടാമത്തെ ഷീറ്റായ ബോണസ് എന്ന ഷീറ്റിലാണുള്ളത്. അതുകൊണ്ട് ബോണസ് എന്ന ഷീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോഡ് നമ്പർ മുതൽ, അതായത് A3 മുതൽ B11 വരെ സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർമുല ബാറിൽ നിങ്ങൾ കാണാൻ പറ്റും ബോണസ് എന്ന ഷീറ്റിലെ A3 മുതൽ B11 വരെയാണ് ടേബിൾ അറേ. ഇനി നാം ഫോർമുല ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൽ റെഫറൻസ് ചേഞ്ച് ആകാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ A3ക്ക് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ F4 അടിച്ച് ഇതിനെ അബ്സല്യൂട്ട് ആക്കണം. അതേപോലെ B11ന് ശേഷം അതിനെയും നാം അബ്സല്യൂട്ട് ആക്കണം. F4 അടിച്ച് അബ്സല്യൂട്ട് ആക്കുക. അപ്പോൾ ടേബിൾ അറേ കഴിഞ്ഞു. അടുത്തതായി കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രാമത്തെ കോളത്തിൽ നിന്നാണ് ബോണസ് എമൗണ്ട് പിക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളത്തിലാണ് ബോണസ് ഉള്ളത്. അതായത് രണ്ട് കോളമാണ് ഇവിടെ ഉള്ളത്, കോഡ് നമ്പറും ബോണസും. അതുകൊണ്ട് രണ്ടാമത്തെ കോളത്തിലാണ് ബോണസ് ഉള്ളത്. അതുകൊണ്ട് 2 എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തത് റേഞ്ച് ലുക്കപ്പാണ്. റേഞ്ച് ലുക്കപ്പ് നേരത്തെ മുൻ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ NA എന്ന ആൻസറാണ് നമുക്ക് കിട്ടിയത്. കാരണം രണ്ടാമത്തെ ഷീറ്റിൽ നോക്കിയാൽ EMP001ന് ബോണസ് എമൗണ്ട് ഇല്ല. അതുകൊണ്ടാണ് അവിടെ NA എന്ന് വന്നിരിക്കുന്നത്. ഈ ഫോർമുല നാം താഴേക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ എംപ്ലോയിക്കാണോ
ബോണസ് എമൗണ്ട് ഉള്ളത് അവരുടെ ബോണസ് എമൗണ്ട് രണ്ടാമത്തെ ഷീറ്റായ ബോണസ് ഷീറ്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണസ് ഇല്ലാത്തവർക്ക് നേരെ ഇവിടെ NA എന്ന ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ആ എംപ്ലോയിക്ക് ബോണസ് ഇല്ല എന്നതാണ്. പക്ഷെ ഇവിടെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എറർ വരും. അതുകൊണ്ട് NA എന്നുള്ള ഈ ഒരു എറർ നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി ഈ ഒരു VLOOKUP എന്ന ഫോർമുലയിൽ ഒന്നാമത്തെ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ VLOOKUPന് മുമ്പായി നാം മറ്റൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഇഫ് എറർ എന്ന ഒരു ഫംഗ്ഷൻ. ഇഫ് എറർ ഈക്വൽ ടു ഇഫ് എറർ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ ബ്രാക്കറ്റിനകത്താണ് നമ്മുടെ VLOOKUP എന്ന ഫോർമുല ഉണ്ടാവുക. അതായത് ഈ VLOOKUPന്റെ ആൻസർ എറർ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫോർമുലയുടെ അവസാനത്തെ ബ്രാക്കറ്റിന്, അതായത് VLOOKUPന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനർത്ഥം VLOOKUPന്റെ ആൻസർ എറർ ആണെങ്കിൽ അതിന് പകരം NA എന്നതിന് പകരം 0 എന്ന് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 ആയി. ഞാൻ ആ ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ബോണസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ബോണസ് എമൗണ്ടും, ബോണസ് എമൗണ്ട് ഇല്ലെങ്കിൽ അവിടെ 0 എന്നും ആൻസർ കിട്ടി. നമുക്കതിന് ടോട്ടൽ സാലറീൻ്റെ ഫോർമുല ഒന്ന് മാറ്റാം. ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് HA പ്ലസ് ബോണസ്. എൻ്റർ. ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് ഷീറ്റുകളിലുള്ള ഡാറ്റ എങ്ങനെയാണ് മെർജ് ചെയ്യുക എന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ രണ്ട് ഷീറ്റിലും ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ ഉണ്ടായിരിക്കണം. നാം ഇന്ന് ഉപയോഗിച്ച കോമൺ വാല്യൂ കോഡ് നമ്പറാണ്. കോഡ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നാം ബോണസ് എമൗണ്ട് ഒന്നാമത്തെ ഷീറ്റിലേക്ക് കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം ഇഫ് എറർ എന്ന ഫംഗ്ഷനാണ്. ഇഫ് എറർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നാം VLOOKUP ചെയ്തപ്പോൾ കിട്ടിയ NA എന്ന എറർ എലിമിനേറ്റ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എക്സൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.